നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി നിരവധി സംഘടനകളുണ്ട്. ട്രേഡ് യൂണിയനുകൾ നമുക്കറിയാവുന്ന പോലെ തന്നെ BMSഉം CITU പോലുള്ള നിരവധി സംഘടനകളുണ്ട്. ഇതിനൊക്കെ കൃത്യമായും ചില രാഷ്ട്രീയ ചായ്വും രാഷ്ട്രീയ നിലപാടുമുണ്ട്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് CITUവിൽ അംഗമാവുന്ന എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ളവർ ആയിരിക്കണമെന്നില്ല. BMSൻ്റെ കാര്യം നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. അത് ഓരോ സാഹചര്യം അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ നോക്കി ഓരോ തൊഴിലാളികൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ സംഘടനകളൊക്കെ അംഗമാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് CITUവിനാണെങ്കിലും ശരി, BMSനാണെങ്കിലും ശരി, ഇതിനൊക്കെ കൃത്യമായ രാഷ്ട്രീയ നിലപാടും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ അംഗമാവുന്നവർ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അതിൽ അംഗമാവേണ്ടി വരുന്നത്. അവർക്ക് പക്ഷേ ഈ രാഷ്ട്രീയ നിലപാടൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ ഒന്നിലധികം സംഘടനകൾ ഉള്ളപ്പോൾ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളുമുണ്ട്. അതായത് ഒരു തൊഴിലെടുത്ത് ഒരേ ഒരു സംഘടന മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഇത് അനാവശ്യമായിട്ട് ഒരു തൊഴിലാളിക്ക് മേൽ ഒരു നടപടി എടുക്കുന്നു എന്നും കരുതുക. അയാളെ തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തിയാൽ അയാളുടെ ജീവിതം പിന്നെ കട്ടപ്പുകയാണ്. അയാൾക്ക് അവിടെ പിന്നെ തൊഴിലെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോഴാണ് അവിടെ ഒന്നിലധികം ഇതേപോലെ തന്നെ സംഘടനകളുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ നിന്ന് പുറത്താക്കിയാലും അടുത്തതിൽ പോവുകയോ, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ആ ന്യായത്തിൻ്റെ പക്ഷം നിൽക്കാൻ മറ്റൊരു സംഘടന വരികയൊക്കെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആ തൊഴിലെടുക്കുന്ന ആൾക്ക് അത് വലിയൊരു ഗുണമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സിനിമാ മേഖലയിലെ നടീനടന്മാരുടെ സംഘടനയായ ഈ AMMA എന്ന സംഘടനയെ നോക്കിക്കാണേണ്ടത്. അവിടെ ഒരൊറ്റ സംഘടനയേ ഉള്ളൂ. ആ ഒറ്റ സംഘടനയായിരിക്കുമ്പോൾ അവർ പറയുന്ന പോലെ ചില നേട്ടങ്ങളൊക്കെ കണ്ടേക്കാം, പക്ഷേ വലിയ കോട്ടവുമുണ്ട്. നമുക്കറിയാം, മഹാനടനായിരുന്ന തിലകനെ ഇവിടുന്ന് അവർ വിലക്കിയപ്പോൾ തിലകന് സിനിമയിൽ അഭിനയിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ വന്നു. അതിനുശേഷം തിലകൻ സീരിയലിലേക്ക് പോയപ്പോൾ അവിടെയും അദ്ദേഹത്തിനെ അവിടെയുള്ള സംഘടനകളെ കൊണ്ട് വിലക്കുന്ന ഒരു അവസ്ഥ വരികയുണ്ടായി. അദ്ദേഹം അത് പലതവണ തുറന്നു പറഞ്ഞാണ്. ഇവിടെയാണ് ഈ AMMA എന്ന ഒരു സംഘടനയ്ക്ക് ബദലായി മറ്റൊരു സംഘടന കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായി പോയേനെ എന്ന് പലരും ചിന്തിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ പറ്റിയ സമയമാണിത്. ഇപ്പോഴാണെങ്കിൽ സുരേഷ് ഗോപി സിനിമയിലുമുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും അതിശക്തനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും ഈ AMMA എന്ന സംഘടന നെടുകയും കുറുകയും ഒക്കെ പുലർന്ന് അത് രണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ മേഖലയിലെ വലിയൊരു പ്രശ്നത്തിന് കാരണം തന്നെ ഈ ഒരൊറ്റ സംഘടനയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ഇതിന് ബദലായിട്ടൊരു മറ്റൊരു സംഘടന കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയേറെ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. പലരും ഒന്നും മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം തന്നെ തൻ്റെ മേൽ എല്ലാവരും കൂടി നടപടിയെടുത്താലോ, അല്ലെങ്കിൽ തന്നെ ഒറ്റപ്പെടുത്തിയാലോ, തന്നെ സിനിമയിൽ നിന്ന് തന്നെ വിലക്കിയാലോ തനിക്ക് പിന്നെ ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ മറ്റു വഴി കണ്ടെത്തേണ്ടി വരും എന്നതുകൊണ്ട് മാത്രമാണ് പലരും മിണ്ടാതിരിക്കുന്നത്. അവിടെയാണ് മറ്റൊരു സംഘടന കൂടി ഉണ്ടെങ്കിലുള്ള ആ നേട്ടം അല്ലെങ്കിൽ ഗുണം. കാരണം അവിടെ ഒരു മോശപ്പെട്ട കാര്യങ്ങൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് ശരിയല്ല എന്ന് പറയാനുമുള്ള ധൈര്യം ഓരോരുത്തർക്കും ഉണ്ടാവും. കാരണം മറ്റൊരു സംഘടന കൂടി ഉണ്ടെങ്കിൽ ശരിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ അവർ വരുമെന്നോ, അല്ലെങ്കിൽ തനിക്ക് അവർ അഭയം തരുമെന്നോ ഒരു പ്രതീക്ഷ ആ വ്യക്തിക്ക്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉണ്ടാവും. പക്ഷേ ഒറ്റ സംഘടന മാത്രമായിരിക്കുമ്പോൾ ആ ഒരു വഴിയാണ് അടഞ്ഞു പോകുന്നത്. ഒരുപക്ഷെ ഈ അമ്മ സംഘടനയുടെ ആ ലേബലിൽ, ഈ അമ്മ സംഘടനയിൽ നിന്ന് ശരിക്കും അതിനെ വിളിക്കാൻ പാടില്ല, AMMA എന്ന സംഘടനയുടെ ലേബലിൽ ഒരുപാട് പോക്രിത്തരങ്ങൾ കാണിക്കുന്ന ആളുകൾ എണ്ണത്തിൽ കുറവെങ്കിലും അതിനുള്ളിൽ കണ്ടേക്കാം. പലരും സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഇലക്ട്രിക് പോസ്റ്റ്, നമ്മൾക്കറിയാം ഈ റോഡിലൊക്കെ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ്, ഓരോ സിനിമയിലും ഇലക്ട്രിക് പോസ്റ്റ് അഭിനയിച്ചിരിക്കുന്നതിൻ്റെ 4/1 പോലും അഭിനയിക്കാത്ത വ്യക്തിയാണ് ഇടവേള ബാബു എന്ന വ്യക്തി. അദ്ദേഹം എങ്ങനെയാണ് ഈ സംഘടനയുടെ തലപ്പത്തി എത്തിയത് എന്നുള്ള തരത്തിൽ പല സംശയങ്ങളും ആളുകൾ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, അദ്ദേഹം ഏതെങ്കിലും സിനിമയിൽ നിർണായകമായിട്ടുള്ള വേഷമൊന്നും ചെയ്തിട്ടില്ല. കുറേ കാലമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്ന പോലുമില്ല. പക്ഷേ ഈ സംഘടനയുടെ തലപ്പത്ത് വർഷങ്ങളായിട്ട് അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഉള്ളവരുടെ കീഴിൽ ഇരിക്കുമ്പോൾ, അതിലും മികച്ചുള്ള ആളുകൾ ഇരിക്കുമ്പോഴുള്ള അവരുടെ ഉള്ളിലുള്ള ചില സംഘർഷവും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിലവിൽ ഒരൊറ്റ സംഘടന മാത്രമേ ഉള്ളൂ. ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്നതൊക്കെ കേട്ട് പഞ്ചപുച്ഛം അടക്കി നിൽക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പവർ ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ട് നിശബ്ദരായിരിക്കേണ്ടി വരും കുറച്ച് ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾക്ക്. ഒരുപക്ഷെ അവരുടെ ഭാഗത്തായിരിക്കും ശരി, അവരുടെ ഭാഗത്തായിരിക്കും ന്യായം. പക്ഷേ അപ്പോഴും അവർ നിസ്സഹായരാണ്. അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏക സംഘടന മാത്രമായിരിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഒരു ബദൽ സംഘടന കൂടെ ഉണ്ടെങ്കിൽ ഇത്രയും തെമ്മാടിത്തരമൊന്നും ഈ
സിനിമാ മേഖലയിൽ നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോഴാണെങ്കിൽ സുരേഷ് ഗോപി ചുമ്മാ ഒന്ന് മനസ്സ് വെച്ചാൽ പോലും ഒരുപക്ഷെ ഈ AMMA എന്ന സംഘടന നെടുകെ പിളർന്ന് പകുതിയിൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നേക്കും. അതിന് പറ്റിയ ഒരു സാഹചര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. മുൻകാലങ്ങളിൽ അതായത് സംവിധായകൻ വിനയൻ അദ്ദേഹം നടനൊന്നുമല്ല, അതിനാൽ തന്നെ അദ്ദേഹത്തിന് AMMA എന്ന സംഘടനയിൽ അംഗമാവാൻ പറ്റില്ല. അദ്ദേഹം പക്ഷേ സംവിധായകരുടെ സംഘടനയ്ക്ക് ബദലൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു സംഘടനയൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ എല്ലാവരും കൂടി അതിനെ തുലച്ചടുക്കി. പക്ഷേ ആ ഒരു അവസ്ഥയായിരിക്കില്ല നിലവിലെ സാഹചര്യത്തിൽ. സുരേഷ് ഗോപിയുടെ മേൽനോട്ടത്തിൽ ഒരു ബദൽ സംഘടന വന്നാൽ തീർച്ചയായിട്ടും ജനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യും. ഈ AMMA എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഘടനയുടെ കീഴിൽ മറ്റുള്ളവരെ ചിലരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഒരു മൂക്ക് കയറിടാനും അത്തരം ഒരു ബദൽ സംഘടനയ്ക്ക് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.